ഹലോ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്നുള്ള ഈ ചാപ്റ്ററിന് നമ്മൾ കുറച്ച് ചതുർഭുജങ്ങളുടെ പരപ്പളവ് കാണാനൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ, അതായത് ലംബകങ്ങളുടെ പരപ്പളവ് കാണാൻ പഠിക്കാം. ഇതൊരു റെക്റ്റാങ്കിളാണ്. ഈ ഒരു ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്ററും വീതി ഒരു 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ചതുരാണിത്. ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തു. ഒരു 2 സെൻറ്റിമീറ്റർ വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തു. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എങ്ങനെയാണ് നമ്മൾ വെച്ചത്? ഇങ്ങനെയാണ് വെച്ചത്. 2 സെൻറ്റിമീറ്റർ ഇവിടെ ആക്കിയാണ് നമ്മളിങ്ങനെ ആ റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഒരു പാരലലോഗ്രാം ആണല്ലേ നമുക്ക് കിട്ടുക, ഒരു സാമാന്തരികമാണ് അപ്പോൾ നമുക്ക് കിട്ടുക. ഇനി നമ്മളിപ്പോൾ ആ 2 സെൻറ്റിമീറ്റർ ഇവിടെ ആക്കി ആ റൈറ്റ് ട്രയാങ്കിളിനെ വെച്ചാലോ, 2 സെൻറ്റിമീറ്റർ ഇവിടെ ആക്കി വെച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? അപ്പോൾ നമുക്കൊരു ട്രപ്പീസിയാണ് കിട്ടുന്നത്, ഒരു ലംബകമാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് അല്ലേ. ഇനി നമുക്ക് ആ ലംബകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ലംബകത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ 2 ലൈൻസും പാരലൽ ടു ഈച്ച് അതർ ആയിരിക്കും. അതായത് ഈ ഒരു ലൈന് സമാന്തരമായിട്ടായിരിക്കും ഈ ഒരു ലൈൻ ഉണ്ടാവുക. ആൻഡ് ഈ ലൈൻ ഉണ്ടല്ലോ, ഇത് ഒരു ഐസോസ്ലസ് ട്രപ്പീസിയത്തിൽ, അതായത് ഒരു സമപാർശ്വ ലംബകത്തിൽ ഈ ഒരു ലൈനും ഈ പാരലൽ അല്ലാത്ത 2 ലൈൻസ് ഉണ്ടല്ലോ, ഈ പാരലൽ അല്ലാത്ത 2 ലൈൻസും കോൺഗ്രുവൻ്റ് ആയിരിക്കും. അതായത് ഒരേ ലെങ്ത് ആയിരിക്കും. ഇത് ഐസോസ്ലസ് ട്രപ്പീസിയത്തിൽ ഈ പാരലൽ അല്ലാത്ത ഈ 2 സൈഡ്സും ഒരേ ലെങ്ത് ആയിരിക്കും. ഓക്കെ. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതാണല്ലേ, ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഏരിയ എങ്ങനെ കാണാൻ നോക്കാം. ഇതിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് എ എന്നും ഈ ഒരു സൈഡ് ബി എന്നും ഈ ഒരു ഹൈറ്റ് എച്ചുമാണെങ്കിൽ ഇതിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷനാണ് ഏരിയ ഓഫ് ട്രപ്പീസിയം ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു ഹൈറ്റ്. ഇതാണ് ഒരു ട്രപ്പീസിയത്തിൻ്റെ ലംബകത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. നമുക്കിപ്പോൾ അത് സമപാർശ്വ ലംബകമാണെങ്കിൽ എന്തായിരിക്കും? ഈ 2 നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവും, ഈ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവും. ഈ 2 റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും സമപാർശ്വ ലംബകമാണെങ്കിൽ, ഐസോസ്ലസ് ട്രപ്പീസിയം ആണെങ്കിൽ. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഏരിയ എന്താ കിട്ടുക നോക്കാം. നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് ഇവിടുന്ന് ഇവിടം വരെയുള്ളൊരു ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് ഇവിടെ ഒരു 2 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ ഇവിടുന്ന് 2 സെൻറ്റിമീറ്റർ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചില്ലേ, ആ ഒരു 2 സെൻറ്റിമീറ്റർ നമുക്ക് ഇവിടെ ഉണ്ടാവും അല്ലേ. ഒരു 2 സെൻറ്റിമീറ്ററും കൂടെ ഇവിടെ ഉണ്ടാവും. ആൻഡ് ഇവിടെ എന്ന് പറഞ്ഞാലോ, ഇവിടെ നമുക്ക് മൊത്തത്തിൽ ആദ്യം 6 സെൻറ്റിമീറ്റർ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഈ 2 സെൻറ്റിമീറ്റർ ഇവിടുന്ന് പോയില്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിരിക്കും? 6 മൈനസ് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ ഇവിടെ ഉണ്ടാവുക. ആൻഡ് ഇവിടേക്ക് ഒരു 6ൻ്റെ കൂടെ ആ 2 സെൻറ്റിമീറ്റർ ഇവിടെ ആഡ് ആയും ചെയ്ത്, അതായത് നമുക്ക് എ ഈക്വൽ ടു 6 പ്ലസ് 2 ആയിരിക്കും. ആൻഡ് ബി എന്ന് പറയുന്നത് 6 മൈനസ് 2 ആയിരിക്കും അല്ലേ. അപ്പോൾ 6 പ്ലസ് 2 എന്താണ്? 8 ആണ്. ബി എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ഏരിയ കാണാം. പരപ്പളവ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എന്താണ്? 8 ആണ്. ബിയോ 4 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ അല്ലേ, 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് ഇൻറ്റു 3. 8 പ്ലസ് 4 എന്താണ്? 12 അല്ലേ. 12 ഇൻറ്റു 3. ഈ 2ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ 12ൽ എത്ര? 2, 6 അല്ലേ. 6 ഇൻറ്റു 3 എന്താണ്? 18 അല്ലേ. 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയും ഒക്കെ 18 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. അതായത് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ചുറ്റുമുള്ള ഈ ഒരു സ്പേസിനല്ല നമ്മൾ ഏരിയ എന്ന് പറയുന്നത്, ഉള്ളിലുള്ള എല്ലാ ഇതിനും കൂടി. അപ്പോൾ നമ്മൾ പാരലോഗ്രാം കട്ട് ചെയ്താണ്ട് നമ്മൾ ഈ റെക്റ്റാങ്കിളിനെ കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളിലുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലേ. ഇത് ഓക്കെ അല്ലേ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ഐസോസ്ലസ് ട്രപ്പീസിയം. ഇതൊരു ഐസോസ്ലസ് ട്രപ്പീസിയാണ്. ഇതിൻ്റെ ഏരിയയാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. പരപ്പളവാണ് അല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ എന്തൊക്കെയാണ് തന്നത്? എ തന്നിട്ടുണ്ട്, എ ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ബി ഇസ് ഈക്വൽ ടു 14 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. ആൻഡ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച് ആണല്ലേ.
നമുക്ക് എയും തന്നിട്ടുണ്ട് ബിയും തന്നിട്ടുണ്ട്. എച്ച് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ആദ്യം നമുക്ക് എച്ച് കാണണം അല്ലേ? അപ്പോഴല്ലേ നമുക്ക് ഏരിയ കാണാൻ കഴിയാം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് എച്ച് കണ്ടുകൂടെ? നമ്മളെങ്ങനെ എച്ച് കാണും? എച്ച് എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണല്ലേ. ഇത് നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ് നമുക്ക് ഈ സൈഡും നമുക്കറിയാം, ഈ സൈഡ് നമുക്ക് കണ്ടുകൂടെ? എന്തായിരിക്കും ഈ സൈഡ്? ഇവിടുന്ന് ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാവും. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്, ട്രപ്പീസിയം ആണല്ലേ ഇത്. ഈ 6 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഈ 14 6 കുറച്ചാൽ എന്താണ്? 8 അല്ലേ? ആ 8 സെൻറ്റിമീറ്റർ ആയിരിക്കും നമുക്ക് ഇവിടെയും കൂടെ കൂട്ടിയാൽ ഉണ്ടാവുക എന്തായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് 14 6 പോയത് അല്ലേ? ഈ സൈഡും ഐസോസിലസ് ട്രപ്പീസിയത്തിൽ ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഇതിന് 8ൻ്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. 8ൻ്റെ പകുതി എന്താണ്? 4 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു 4 സെൻറ്റിമീറ്ററും ഇവിടെ ഒരു 4 സെൻറ്റിമീറ്ററും ഉണ്ടാവും. ഇനി നമുക്ക് ഈ ഒരു സൈഡ്, ഈ ഹൈറ്റ് നമുക്ക് കിട്ടണം. നമ്മളെങ്ങനെ ഇത് കാണും? നമുക്ക് 2 സൈഡ് തന്നു. ഈ ഒരു സൈഡ് കാണാൻ നമുക്ക് ഏത് ഇക്വേഷൻ? പൈതഗോറസ് തിയറത്തിലെ ഇക്വേഷൻ വെച്ച് നമുക്കിത് ചെയ്തു കൂടെ? എന്താണ് പൈതഗോറസ് തിയറം പറയണത്? ഈ ഒരു ബേസ് സ്ക്വയർ പ്ലസ് ഈ ഒരു ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നല്ലേ? ഈ ഒരു പാദം സ്ക്വയർ പ്ലസ് ഈ ഒരു ലംബം സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കർണം സ്ക്വയർ ആണ് അല്ലേ? നമുക്കിതിൽ എന്താണ്? ഹൈറ്റ് ആണ് കാണാനുള്ളത്. ഈ ഒരു ലെങ്ത് ആണല്ലേ കാണാൻ പറഞ്ഞത്. നമുക്കിപ്പോൾ സപ്പോസ് ഇതൊരു എയും ഇത് ബിയും ഇത് സി ആക്കി എടുത്തു. ഇനി നമുക്കിതിൽ ബി ആണല്ലേ കാണേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ കാണാം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്, അതായത് സി സ്ക്വയർ ആണ്. നമുക്കിതിൽ എ സ്ക്വയർ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? 4 സ്ക്വയർ ആണ്, പ്ലസ് ബി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത്, ആൻഡ് സി സ്ക്വയറും തന്നിട്ടുണ്ട് 5 സ്ക്വയർ ആണ്. 4 × 4 16 പ്ലസ് 5 × 5 എന്താണ്? 25 അല്ലേ? അതിന്ന് ബി സ്ക്വയർ കാണാൻ 25 മൈനസ് 16. 25 16 കുറച്ചാൽ എന്താണ്? 9 അല്ലേ? ബി സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്താണ്? √9 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. 3. അപ്പോൾ നമുക്ക് കിട്ടി ഈ ബി എന്ന് പറയുന്ന സൈഡ് നമുക്ക് കിട്ടി എന്താണ്? 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതായത് നമ്മുടെ ഹൈറ്റ് എന്താണ്? നമുക്ക് 3 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അല്ലേ? നമ്മുടെ ഹൈറ്റ് നമ്മൾ ഈ ഐസോസിലസ് ട്രപ്പീസിയം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 3 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഹൈറ്റും കിട്ടി. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഇക്വേറ്റ് ചെയ്യാം. 1/2 × a + b 14 + 6 × 3. 14 + 6 എന്താണ്? 20 ആണ്. × 20 × 3. ഈ 2ഉം 20ഉം ക്യാൻസൽ ചെയ്താൽ 10 അല്ലേ? 10 × 3 എന്താണ്? 30 അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കിട്ടി എന്താണ്? 30 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ട്രപ്പീസിയത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതൊക്കെ അല്ലേ? നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് ഡിസ്കസ് ചെയ്യണം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.